നമുക്ക് പഠിക്കുന്ന എല്ലാവർക്കും ഉള്ള കാര്യമാണ് മടി. മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഇന്ന് സമയം നോക്കി ഒരു 7 മണി എന്നൊരു സിനിമ കണ്ടു കളയാം, നാളെ ഇരുന്ന് പഠിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ഇന്നത്തെ പഠിക്കാനായിട്ട് നാളത്തേക്ക് മാറ്റി വെച്ചു. രാത്രി സിനിമയൊക്കെ കണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. നാളെ കാലത്ത് ചിലപ്പോൾ 4 മണിക്കൊക്കെ അലാറം വെച്ചിട്ടുണ്ടാവും. അലാറം അടിക്കും, എഴുന്നേക്കില്ല. 8 മണിയാവുമ്പോൾ എഴുന്നേറ്റു. അപ്പോൾ നിങ്ങൾ ഓൾറെഡി സ്റ്റഡി പ്ലാൻ അനുസരിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത്ര സമയത്തെ കാര്യം വീണു, അത് പഠിച്ചിട്ടില്ല. ഇനി പഠിക്കാനുള്ളതുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ വർക്ക് ലോഡ് കൂടുന്തോറും നമുക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും? ടെൻഷൻ ആവാൻ തുടങ്ങും. ടെൻഷൻ കൂടുന്തോറും നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? പഠിക്കണത് നിർത്തും. പിന്നെ എന്നാവും. അപ്പോ എങ്ങനെ ഈ മടി, ലേസിനെസ് അവോയ്ഡ് ചെയ്ത് സക്സസ്ഫുൾ ആവാം എന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ ഉണ്ടാവേണ്ടത് എന്താ? ഡിസയർ. നമുക്ക് ആത്മാർത്ഥമായിട്ടൊരു എയിം ഉണ്ടെങ്കിൽ, കാരണം നമ്മൾ തന്നെയാണ് സെൽഫായിട്ടാണ് മോട്ടിവേറ്റ് ആവേണ്ടത്. ആദ്യത്തെ ആളാരാ? ഡിസയർ, ആഗ്രഹം. നമുക്ക് ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം നേടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി എന്തായാലും പരിശ്രമിക്കും, അല്ലെ? ഹാർഡ് വർക്ക് ചെയ്യും. സോ നിങ്ങൾ ഒരു SBIയില് പ്രൊബേഷണറി ഓഫീസറായിട്ട് ജോലിയിൽ കയറണം എന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് മാത്രമായിരിക്കും ഫുൾ ടൈം നിങ്ങളുടെ മനസ്സിൽ. നിങ്ങൾ ഒരു മിനിറ്റ് പോലും എന്ത് ചെയ്യില്ല, പാഴാക്കില്ല. നമ്മൾ ഒരു മിനിറ്റ് വേസ്റ്റ് ആക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് 40 സെക്കൻഡ്സിലെ താഴെ സമയമേ ലഭിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും നമ്മളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. എനിക്ക് SBI PO ആവണം. സോ ഓരോ മിനിറ്റും എനിക്ക് ഇമ്പോർട്ടൻ്റാ. കഴിഞ്ഞു പോയ സമയം എനിക്ക് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ചിലപ്പോൾ നിങ്ങളുടെ അത്ര കഴിവില്ലാത്ത ഒരാൾ ചിലപ്പോൾ സക്സസ്ഫുൾ ആയി പോയിട്ടുണ്ടാവും. കാരണം അവന്റെ നെഗറ്റീവ്സും കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ച് ആള് അതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടാവും. അത് ആലോചിക്കുക, എനിക്കും സക്സസ്ഫുൾ ആവണം. ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ച് ആലോചിക്കുക. സോ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മടിയും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും? പമ്പ കടക്കും. കാരണം നമുക്ക് സക്സസ്ഫുൾ ആവണമെന്ന് തീവ്രമായിട്ട് നമ്മളുടെ ഉള്ളിൽ നിന്നുമാണ് വരേണ്ടത്. ആ ആഗ്രഹം നിങ്ങൾ എവിടെ എത്തിക്കും? ഉയരങ്ങളിൽ എത്തിക്കും. ആദ്യം ഉണ്ടാവേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ കറക്റ്റ് ആയിട്ടൊരു മൈൻഡ് സെറ്റ് ആണ് വേണ്ടത്. കാരണം ഈ കറക്റ്റ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാലേ, ഇപ്പൊ ഞാനൊരു കാര്യം എടുക്കാം, എൻ്റെ ഫ്രണ്ടിൽ ഒരു 25 കിലോന്റെ ഒരു ചാക്ക് എടുക്കാം. അപ്പൊ 25 കിലോ ചാക്ക് അവിടെ എടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ നോക്കി, ഇത് എന്നെ കൊണ്ട് സാധിക്കില്ല, നമ്മളെ കൊണ്ട് അത് നടക്കില്ല. ഞാൻ എന്ത് ചെയ്തു? കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് ഞാൻ ആ പൈസ തരാം, നിങ്ങൾ ആ ചാക്ക് ഒന്ന് എടുത്തുകൊണ്ട് വെക്കാൻ പറഞ്ഞു. നിങ്ങളെക്കാൾ ആരോഗ്യം കുറഞ്ഞ ചിലപ്പോൾ ഒരാളായിരിക്കും, പുള്ളി അത് നിസ്സാരമായിട്ട് എടുത്തുകൊണ്ട് വെക്കും. നിങ്ങളത് ചെയ്യാൻ പോലും അവിടെ എന്ത് ചെയ്തിട്ടില്ല, ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ടോ? ഇല്ല. ഞാനത് ചെയ്യാൻ പോലും ഒരു എഫേർട്ട് ഇട്ടിട്ടില്ല. നേരെ മറിച്ച് ഞാൻ അവിടെ ചെന്നതിന് ശേഷം എന്താണ് ചെയ്യുന്നത്? ആ 25 കിലോ ഞാൻ പൊക്കാൻ പറ്റുമോ നോക്കി. ചിലപ്പോൾ അത് ഞാൻ നിലത്തുനിന്ന് എടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടാവും, പക്ഷെ ഞാൻ സക്സസ്ഫുൾ ആയിട്ടുണ്ടാവില്ല. ഞാനത് അവിടെ വെച്ചു. ഞാൻ വീണ്ടും അത് വീണ്ടും പരിശ്രമിക്കുന്നു. അതിനു വേണ്ടി ഞാൻ എഫേർട്ട് ഇടാണ്. ഞാൻ എന്താണ് ഇവിടെ ചെറിയ വാമപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു 1 വീക്ക് ഞാൻ അതിനു വേണ്ടി പരിശ്രമിച്ചതിന് ശേഷം ഞാൻ എന്താണ് ചെയ്യുക? ഞാൻ ആദ്യം പോയിട്ട് ഒരു 10 കിലോന്റെ ചാക്ക് എടുത്ത് തോളത്ത് വെച്ചു. അതെനിക്ക് ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവും. 10 കിലോന്റെ ചാക്ക് ഞാൻ തോളത്ത് വെച്ച് നേരെ പോയി അകത്ത് കൊണ്ടുവച്ചു. പിറ്റേ ദിവസം ഞാനൊരു 12 കിലോ, 13, 14, 15 അങ്ങനെ ഒരു 1 വീക്കിലോണ്ട് 20 കിലോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേ ബി ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ ഞാൻ എന്താണ് ഹാർഡ് വർക്ക് ചെയ്തു. എൻ്റെ ആഗ്രഹമാണ് ആ 25 കിലോ ചാക്ക് എനിക്ക് ഒറ്റയ്ക്ക് പൊക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ആദ്യം പറഞ്ഞ ഡിസയർ. അവിടെ ഉണ്ടായത് എന്താണ്? ഒരു മൈൻഡ് സെറ്റാ. ആദ്യം ഞാൻ അത് ചെയ്തില്ല, ഞാൻ വേറെ ആളെ വിളിച്ച് ചെയ്തു. പിന്നെ ഞാൻ രണ്ടാമത് എന്താണ്? ഞാൻ ആഗ്രഹിക്കുകയാണ് അതെന്നെ കൊണ്ട് സാധിക്കും, അത് ഞാൻ തന്നെയാണ് അകത്ത് കൊണ്ടുവയ്ക്കുക, വേറെ ഒരാളും ചെയ്യില്ല, സമയം എടുത്തോട്ടെ, ഞാൻ തന്നെ അത് ചെയ്യും. ആ ഒരു കറക്റ്റ് മൈൻഡ് സെറ്റ്, പോസിറ്റീവ് ആയിട്ടുള്ള ചിന്ത,
ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മൈൻഡിൽ വരും. ചില ആൾക്കാർ ഇങ്ങനെ ഇരിക്കും, ആദ്യം തന്നെ നോക്കും, സിലബസ് എടുത്ത് നോക്കും, ഇംഗ്ലീഷ് കുഴപ്പമില്ല, റീസണിങ് QA ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഞാൻ മാത്സിൽ വളരെ വീക്കാ, ഇത് എന്നെ കൊണ്ട് സാധിക്കില്ല. നെഗറ്റീവ് ചിന്താഗതിയാണ്. അത് പാടില്ല. നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞ ആൾക്കാർക്ക് ജോലി കിട്ടി പോകുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അവര് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു, പരിശ്രമിച്ചു, അവര് സക്സസ്ഫുൾ ആയി, അല്ലേ? അപ്പോ നിങ്ങളെ കൊണ്ട് സാധിക്കും. 10ാം ക്ലാസ് ലെവലില് ഇവിടെ ആരും ഇന്റഗ്രേഷനും അതേപോലെ ഡിഫറൻഷിയേഷനും അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളും ലീനിയർ ഇക്വേഷൻ ഒന്നും മാത്സിലൊന്നും ചോദിക്കുന്നില്ല. 10ാം ക്ലാസ് വരെയുള്ള കാൽക്കുലേഷൻ, കാൽക്കുലേറ്റർ പോലും യൂസ് ചെയ്യാതെയുള്ള കാൽക്കുലേഷനാ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. അതിന് കുറച്ച് ട്രിക്സും കാര്യങ്ങളും കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ആർക്കും സക്സസ്ഫുൾ ആവാൻ പറ്റും. അപ്പൊ ആദ്യം വേണ്ടത് എന്താ? കറക്റ്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റാ. ഇന്ന് 7 മണിക്ക് എടുത്തു, ഇത്ര കാര്യങ്ങൾ ഞാൻ ഇന്ന് ചെയ്തിരിക്കും. ഒരു മോക്ക് ടെസ്റ്റ് എന്തായാലും ഞാൻ ചെയ്യും. അത് കറക്റ്റ് ഞാൻ അനലൈസ് ചെയ്യും. എവിടേക്കാണ് എൻ്റെ വീക്ക്നെസ്, ഇത് കഴിഞ്ഞിട്ടേ ഞാൻ ഇന്ന് കെടുക്കുന്നുള്ളൂ. 2 മണി ആയിക്കോട്ടെ, ഇത് കഴിഞ്ഞിട്ടേ ഞാൻ ഇന്ന് കെടുക്കുള്ളൂ. ഇത് എൻ്റെ തീരുമാനമാണ് എന്ന് നിങ്ങൾ മൈൻഡിൽ സെറ്റ് ചെയ്യണം ആദ്യം തന്നെ. 2 ദിവസം നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ 25 കിലോന്റെ ചാക്ക് ആദ്യം എടുത്ത് പൊക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അന്ന് രാത്രി ചിലപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. കാരണം എൻ്റെ ഷോൾഡറിലൊക്കെ നല്ല പെയിൻ ഉണ്ടാവും, അല്ലേ? അത് കഴിഞ്ഞ് അതേപോലെ തന്നെ ആദ്യത്തെ 2-3 ദിവസം നമുക്ക് നല്ല ബുദ്ധിമുട്ടാ. ഫോൺ എടുക്കാനൊക്കെ നമുക്കുള്ള ടെൻഡൻസി ഉണ്ടാവും. ആദ്യം ഒറ്റയടിക്ക് തന്നെ നിങ്ങൾ ആ ഫോണൊക്കെ കുറയ്ക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാ. സ്ക്രീൻ ടൈം ഒക്കെ കുറയ്ക്കാൻ പതിയെ അതും എന്ത് ചെയ്യുക, കുറച്ച് കൊണ്ടുവരാ. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള നമ്മളുടെ കറക്റ്റ് രീതിയിൽ നമ്മളുടെ മനസ്സിനെ പാകപ്പെടുത്തുക. അതാണ് കറക്റ്റ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോഴൊക്കെ നിങ്ങളുടെ എന്ത് ചെയ്യും, മടിയൊക്കെ പമ്പ കിടക്കും. അടുത്തത് എഫേർട്ടാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഈ കറക്റ്റ് മൈൻഡ് സെറ്റ് ആയിട്ട് നമ്മൾ ഇടുന്നതാണ് എഫേർട്ട്, അല്ലെ? നമ്മൾ പരിശ്രമിക്കുക, നമ്മൾ എഫേർട്ട് ഇടണം. അത് മറികടക്കാനായിട്ടുള്ള എഫേർട്ട് ഇടണം. അതല്ലാതെ നാളെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതാണ് മടി, മറ്റന്നാൾ ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ് മടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ചാക്ക് ഞാൻ വേറൊരു ആളെ കൊണ്ട് എടുപ്പിച്ചതാണ് മടി. ഞാൻ സ്വയം ചെയ്യുന്നതാണ് എഫേർട്ട്. അപ്പൊ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം, എഫേർട്ട് ഇടണം. ക്ലിയർ ആണല്ലോ? ഇനിയാണ് പ്ലേസ്. അതായത് നമ്മൾ ഓൾറെഡി എല്ലാ കാര്യത്തിലും പറയുന്നതാണ്, നമ്മളുടെ അന്തരീക്ഷം നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മടുക്കും. ഇപ്പൊ നിങ്ങൾ പഠിക്കാനിരിക്കുകയാണ്, ഒരു ക്രൗഡഡ് ആയിട്ട് കുറച്ച് ആൾക്കാരെ നടുവി പോയിട്ടിരുന്ന് പഠിച്ചാൽ പഠിക്കാൻ പറ്റുമോ? ഇല്ല. കുറച്ച് ആൾക്കാർ അവിടെ കൂടെ വേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതിൽ കൂടെ കുറെ വണ്ടികൾ പോകുന്നുണ്ട്, അപ്പുറത്തൊരു ഒരു ഉത്സവം നടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിലൊക്കെ പോയാൽ നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം നല്ല ലൈറ്റും നല്ല അറ്റ്മോസ്ഫിയർ ആണ്, നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. നമുക്ക് മടി വരാതിരിക്കാനുള്ള നല്ലൊരു പ്ലേസ് ആയിരിക്കണം. ചിലവർക്ക് ലൈറ്റ് മ്യൂസിക് വെച്ചിട്ട് പഠിക്കാനായിരിക്കും ഇഷ്ടം. അത് ഓരോരുത്തർക്കും എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും. ഓരോ പേഴ്സണും അവര് തിരഞ്ഞെടുക്കുന്ന പ്ലേസ് എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും. എന്തായാലും പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റിംഗ് ഉണ്ടായിരിക്കണം. നല്ല വായുസഞ്ചാരമുള്ള ഒരു സ്ഥലം എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പഠിക്കാനിരിക്കേണ്ടത്. അതേപോലെ നിങ്ങളുടെ പൊസിഷൻ, നമുക്ക് എപ്പോഴും ടെൻഡൻസി നമുക്ക് കെടുക്കാനുള്ള പൊസിഷനാണ്. ചില ആൾക്കാർക്ക് കിടന്ന് പഠിക്കാനായിരിക്കും ഇഷ്ടം. പക്ഷെ നമ്മൾ ഈ ബാങ്കിങ് എക്സാംസിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്ത് തന്നെ പഠിക്കണം. അപ്പൊ ഏറ്റവും നല്ലത് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള പൊസിഷനിൽ ഇരുന്ന് ചെയ്ത് പഠിക്കുന്നതാണ്. ചെയ്ത് പഠിക്കുക, മടുക്കാതിരിക്കാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്ത് പഠിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഒരേ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് മടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ട് ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നമുക്ക് പറയാം, എ ഗുഡ് പ്ലാൻ, അതിലേക്കാണ് ഞാൻ വന്നത്. ഒരു ഗുഡ് പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യം എന്താണെന്ന്. അതേപോലെ നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത പഠിക്കാനുള്ള കാര്യം. ചിലർക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ ഇന്ന ടോപ്പിക്ക് വരുമ്പോൾ എന്നെ കൊണ്ട് സാധിക്കില്ല സാറേ, എനിക്ക് മടിയാണ്. അപ്പൊ അവനെ പഠിക്കാനായിട്ടുള്ള രീതിയിൽ ഇഷ്ടപ്പെട്ട് പഠിക്കാം. അതല്ലെങ്കിൽ ആ ഭാഗം വരുമ്പോൾ കുറച്ച് സമയം എടുത്ത് റിലാക്സ് ചെയ്തിരുന്ന് പഠിക്കാം. ഇപ്പൊ കുറച്ചു നേരം നിങ്ങൾ എന്ത് ചെയ്യാം, QA പഠിക്കുക, റീസണിങ് പഠിക്കുക, കുറച്ചു നേരം അടുക്കുമ്പോൾ ജനറൽ അവയർനെസ് പഠിക്കുക. അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മണിക്കൂർ QA പഠിച്ചാൽ നിങ്ങൾക്ക് മടുക്കില്ലേ? അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 3 മണിക്കൂർ ജനറൽ അവയർനെസ് തന്നെ ഇരുന്ന് വായിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഉറക്കം വരും, മടുക്കും. അപ്പൊ നമ്മളൊരു ഗുഡ് പ്ലാൻ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് യോജിക്കുന്ന ഒരു പ്ലാൻ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക.
അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ബ്രേക്കപ്പ് ലാർജ് ടാസ്ക്. ഒരു വലിയൊരു മല പഠിക്കാനായിട്ട് ഫ്രണ്ടിൽ വെച്ചേക്കാം. ഇത്ര ബുക്ക് ഉണ്ടാവും. അത് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും? അയ്യോ, എന്നെ കൊണ്ട് പറ്റില്ല, കിടന്നുറങ്ങാം. അപ്പൊ നമ്മളുടെ ടാസ്കുകൾ ഇത്ര സമയത്തിന് പഠിക്കാനായിട്ട് ചെറുതാക്കി വെക്കുക. ഒരു മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു, അത് മാറ്റി വെക്കുക, അടുത്തത് പഠിക്കുക. അങ്ങനെ ഓരോന്നും ടാസ്ക് ആയിട്ട് തിരിച്ചിട്ട് എന്ത് ചെയ്യുക? പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല? മടി ഉണ്ടാവില്ല, ബോറടിക്കില്ല. ഇടയ്ക്ക് കുറച്ച് പാട്ടൊക്കെ കേട്ട് റിലാക്സ് ചെയ്ത് നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് ഇടയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് ഒന്ന് നടക്കാം. അങ്ങനെ നമ്മൾ തന്നെ എന്ത് ചെയ്യുക? ടാസ്കുകളൊക്കെ ഒന്ന് മാറ്റിക്കൊടുത്ത് ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പൊ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ടൈം, നിങ്ങൾ പഠിക്കാൻ എടുക്കുന്ന സമയം നിങ്ങൾക്ക് പറ്റുന്ന സമയമായിരിക്കും. ഇപ്പൊ ചിലർ പണ്ടൊക്കെ എല്ലാവരും പറയും മോർണിംഗ് നേരത്തെ എഴുന്നേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്ന്. ശരിയാണ്, മോർണിംഗ് നമ്മൾ അത്യാവശ്യം എനർജറ്റിക് ആയിരിക്കും. നൈറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഡേയുടെ മൊത്തം ക്ഷീണം നമുക്ക് രാത്രി ഉണ്ടാവും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ചിലവർക്ക് രാത്രി 2 മണി വരെ ഇരുന്ന് പഠിക്കാം. പക്ഷെ കാലത്ത് എഴുന്നേറ്റ് പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വേണ്ട, നിങ്ങൾക്ക് ഏത് ടൈമാണോ ഓക്കെ, നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഏത് ടൈമാണോ ഓക്കെ എങ്കിൽ നിങ്ങൾ ആ സമയത്തിരുന്ന് പഠിച്ചു. നിങ്ങൾ ചെയ്യേണ്ട വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി, അല്ലേ? നിങ്ങൾക്ക് കാലത്ത് 4 മണിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ചിലർ 2 മണി വരെ ഇരുന്ന് പഠിച്ച് 8 മണി അല്ലെങ്കിൽ 9 മണി വരെ കിടന്നുറങ്ങിയിട്ട് എന്ത് ചെയ്യുക? അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യുക, പഠിക്കുക. അതല്ലാതെ ഇന്ന സമയം എന്ന് യാതൊരു നിർബന്ധമില്ല. അത് ഓരോരുത്തർക്കും എന്തായിരിക്കും? ചിലവർക്ക് രാത്രി നേരത്തേക്ക് എടുക്കണമായിരിക്കും, മോർണിംഗ് നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്നവരായിരിക്കും. ചിലവർക്ക് ഉച്ചയ്ക്ക് കുറച്ച് സമയം കിടന്നുറങ്ങണമായിരിക്കും, ചിലവർ ഉച്ചയ്ക്ക് നന്നായിട്ട് ഇരുന്ന് പഠിക്കും. അത് ഓരോരുത്തരുടെയും രീതിയായിരിക്കും. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഏത് ടൈമിലാണ് പഠിക്കാൻ പറ്റുക എന്ന് ആലോചിച്ചുറപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ മടി എന്ന് പറയുന്ന ഭീകരനെ പതുക്കെ എന്ത് ചെയ്യാൻ പറ്റും? മാറ്റിയെടുക്കാൻ പറ്റും. ഒറ്റ മണിക്കൂർ കൊണ്ട് മാറ്റാൻ പറ്റുമോ? ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ പറ്റില്ല. പയ്യെ അത് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഇത്രയും നാളും ശീലിച്ചു പോകുന്ന കാര്യത്തിൽ നിന്നും ഒറ്റയടിക്ക് നമുക്ക് വ്യതിചലിക്കാൻ പറ്റില്ല. അങ്ങനെ സാധിക്കും നിങ്ങൾക്ക്. നമ്മളുടെ മൈൻഡ് അത്രയ്ക്കധികം സ്ട്രോങ് ആയിരിക്കണം. ഇതിനു വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ മെഡിറ്റേഷൻസ് ചെയ്യാം, യോഗ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സുകളാണ്. അപ്പൊ അങ്ങനെ രീതിയിൽ നിങ്ങളുടെ പഠിപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക? മാറ്റിയെടുക്കുക. പിന്നെ നമുക്ക് ഭാവിയെ കുറിച്ച് യാതൊരു പ്രതീക്ഷയും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? മടി പിടിക്കും. നിങ്ങൾ ഭാവിയെ കുറിച്ച്, നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണുക. സ്വപ്നങ്ങൾ കാണും തോറുമാണ് നമുക്ക് എന്ത് ചെയ്യുക? അത് നേടിയെടുക്കാനുള്ള ഒരു ഇത് വരിക. നമ്മൾക്ക് ആത്മാർത്ഥമായിട്ടൊരു ആഗ്രഹം വരിക. അപ്പൊ നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണുക. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവുക? സക്സസ്ഫുൾ ആവാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവുക. അപ്പൊ എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ഉഷാറായിട്ടിരുന്ന് പഠിക്കുക. ഓക്കെ, ജസ്റ്റ് നമ്മളുടെ ഗോൾഡ് ബാച്ചിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ. ഒന്നും അറിയാത്ത ഒരു കുട്ടി ഇങ്ങോട്ട് വരാണെങ്കിൽ A to Z സിലബസ് പഠിച്ച് മെയിൻസിനുള്ള പ്രിപ്പറേഷനും സ്പീഡും ആക്യുറസിയും ഡെവലപ്പ് ചെയ്ത് ഇന്റർവ്യൂവിന്റെ ട്രെയിനിങ്ങും വരെ കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പുറത്തേക്ക് പോവുക. നിങ്ങൾക്ക് ഫുൾ മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്. ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റ് ആൻഡ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. റിസൾട്ട് ഓറിയന്റഡ് സ്റ്റഡി പ്ലാൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നിങ്ങളുടെ അനാലിസിസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ത്രൂ ഔട്ട് മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്. ഇതിനെക്കുറിച്ച് അറിയാനും അപ്കമിങ് എക്സാംസിനെ കുറിച്ച് അറിയാനും നമ്മളുടെ ഓൺലൈൻ ബാച്ചുകളെ കുറിച്ച് അറിയാനൊക്കെ ഇതാ ഇവിടെ ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഏതാണ് നമ്പർ? 7736122215 എന്നുള്ള നമ്പറാണ്. ആ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. നമ്മളുടെ കൗൺസിലിംഗ് ടീമിന്റെ നമ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളെ കുറിച്ചും നമ്മളുടെ കൗൺസിലിംഗ് ടീമായിട്ട് ഡിസ്കസ് ചെയ്യാം. ധൈര്യമായിട്ട് ഈ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോ. 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. അതേപോലെ മെയിൻസിന് വേണ്ടി മാത്രം നമുക്ക് എന്തുണ്ട്? ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് ഉണ്ട്. നേരത്തെ പറഞ്ഞ ഗോൾഡ് ബാച്ചിന്റെ എല്ലാ ഫീച്ചേഴ്സും ഇവിടെയും അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് അറിയാനും ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. കൗൺസിലിംഗ് ടീമിന്റെ നമ്പറാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മളുടെ കൗൺസിലിംഗ് ടീം എന്ത് ചെയ്യും? ചെയ്തു തരൂ കേട്ടോ. ഇനി ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ആ ഡിസ്ക്രിപ്ഷൻ ഒന്ന് നോക്കിയേ. അതില് ഈ ഡിസംബർ മാസത്തെ മന്ത്ലി മാഗസിൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ,
ഫ്രീ ആണ്. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്ത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് നല്ല ഉഷാറായിട്ട് നിങ്ങളുടെ പഠനം എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ 2025 എല്ലാവരും സക്സസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.